ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നക്ഷത്രങ്ങളെ തൊട്ട പെൺകുട്ടിയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാമോ നക്ഷത്രങ്ങളെ തൊട്ട പെൺകുട്ടിയെക്കുറിച്ച്? വാലന്റീന, അങ്ങനെയാണ് അവളുടെ പേര്. ബഹിരാകാശത്ത് നിന്ന് സോവിയറ്റ് യൂണിയനിലെ നിലയത്തിലേക്കെത്തിയ ആ വാക്കുകളിലൂടെ പുതിയൊരു ചരിത്രം പിറക്കുകയായിരുന്നു. ഏതു വാക്കാണെന്നല്ലേ? ഹായ്, ഇത് ഞാനാണ്, സീഗിൾ. എല്ലാം സുഖകരമായി പോകുന്നു. ഞാൻ ചക്രവാളം കാണുകയാണ്. ഭൂമി ഇവിടെ നിന്ന് എത്ര മനോഹരമാണെന്ന് അറിയാമോ? അവൾ പറഞ്ഞു. ഭൂമിയുടെ അതിരുകളും കടന്ന് ശൂന്യാകാശത്തിൻ്റെ അനന്തതയിലേക്കെത്തിയ ആദ്യത്തെ വനിതയുടേതായിരുന്നു ആ സന്ദേശം. ഒരു സ്ത്രീ ആദ്യമായി ബഹിരാകാശത്ത് പറന്നു നടക്കുന്നത് സോവിയറ്റ് യൂണിയനിലെയും യൂറോപ്പിലെയും വീടുകളിലിരുന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ TV-യിൽ കണ്ടു. ഒറ്റയ്ക്ക് 3 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ ആ പെൺകുട്ടി ഒരു വൈമാനികയോ ശാസ്ത്രജ്ഞയോ ആയിരുന്നില്ല. ഫാക്ടറി തൊഴിലാളിയായിരുന്ന ഒരു സാധാരണക്കാരി. ലോകത്തിൻ്റെ പല ഭാഗത്തും സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങാനോ വിദ്യാഭ്യാസം നേടാനോ പോലും അവകാശമില്ലാതിരുന്ന 1960കളുടെ തുടക്കത്തിലായിരുന്നു ഈ ചരിത്ര സംഭവം. സുനിത വില്യംസിനും കൽപ്പന ചൗളയ്ക്കുമെല്ലാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വോസ്റ്റാഗ് 6 വാഹനത്തിൽ ബഹിരാകാശത്ത് സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാനിറങ്ങിയ 26-കാരിയുടെ പേര് വാലന്റീന തെരഷ്കോവ എന്നായിരുന്നു. 1937 മാർച്ച് 6-ന് റഷ്യയിലെ മാസ്ലെനിക്കോവ എന്ന സ്ഥലത്ത് ഒരു കർഷക കുടുംബത്തിലാണ് വാലന്റീന തെരഷ്കോവ ജനിക്കുന്നത്. അവളുടെ പിതാവ് ഒരു ട്രാക്ടർ ഡ്രൈവറും മാതാവ് നെയ്ത്ത് തൊഴിലാളിയുമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത പിതാവ് വാലന്റീനയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ മരുഭൂമിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വാലന്റീനയും അമ്മയെ സഹായിക്കാനായി നെയ്ത്ത് ഫാക്ടറി ജോലിക്ക് പോയിരുന്നു. തുടർന്ന് ഒരു റബ്ബർ ഫാക്ടറിയിലും ജോലി ചെയ്തു. ജോലിക്കൊപ്പം പഠനവും തുടർന്നു. ഫാക്ടറി ജോലികൾക്കിടയിലും ആകാശത്തോട് വല്ലാത്ത പ്രണയമായിരുന്നു വാലന്റീനയ്ക്ക്. സ്വാഭാവികമായും ആ പ്രണയം അവളെ പാരഷൂട്ടിങ്ങിലേക്ക് എത്തിച്ചു. അമ്മയറിയാതെ വീടിനടുത്തുള്ള പാരഷൂട്ടിംഗ് ക്ലബിൽ ചേർന്ന് പരിശീലനം നേടി. സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദ്യമായി ക്ലബിലെത്തുന്നതെങ്കിലും ആദ്യ ചാട്ടത്തിൽ തന്നെ ആകാശത്ത് നിന്നുള്ള വോൾഗ നദിയുടെ കാഴ്ച അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ആകാശത്ത് നിന്നുള്ള ചാട്ടം ഹരമായി മാറിയ വാലന്റീന ചെറിയ പ്രായത്തിൽ തന്നെ 100-ലേറെ തവണ പാരഷൂട്ടിൽ ചാടി. രാത്രിയിൽ പോലും വോൾഗ നദിക്ക് മുകളിലെ ആകാശത്ത് നിന്ന് ചാടി അവൾ എല്ലാവരുടെയും വിസ്മയിപ്പിച്ചു. ഇതിനിടയിൽ സോവിയറ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമായ കമ്മ്യൂണിസ്റ്റ് വിങ്ങിൽ ചേരുകയും അതിൻ്റെ പ്രാദേശിക ഘടകത്തിൻ്റെ സെക്രട്ടറിയാവുകയും ചെയ്തു. വാലന്റീന ചെറിയ പ്രായത്തിൽ തന്നെ 100-ലേറെ തന്നെ പാരഷൂട്ടിൽ ചാടി. ബഹിരാകാശത്ത് എത്തിച്ച് അമേരിക്കയുമായുള്ള ബഹിരാകാശ യുദ്ധത്തിൽ ഒരുപാട് മുൻപന്തിയിൽ എത്തി നിൽക്കുകയായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ. ഗഗാറിൻ്റെ ബഹിരാകാശ യാത്ര സോവിയറ്റ് നാട്ടിലെ എല്ലാ മനുഷ്യരെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. ഭൂമിക്കപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങൾ കുട്ടികളിലും യുവാക്കളിലുമെല്ലാം ഒരു ഹരമായി മാറുന്ന കാലമായിരുന്നു അത്. ഇനി ഒരു വനിതയെ ബഹിരാകാശത്തേക്ക് അയക്കാൻ സോവിയറ്റ് യൂണിയൻ തീരുമാനിക്കുന്നു. 1961-ൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ചുമതലക്കാർ സാക്ഷാൽ യൂറി ഗഗാറിനും സോവിയറ്റ് ചീഫ് ഡിസൈനർ സെർഗെ കൊറോലോവുമായിരുന്നു. 1963-ൽ വിഭാവനം ചെയ്ത പദ്ധതിയിലേക്ക് വനിതാ സഞ്ചാരികളെ കണ്ടെത്താനും അവർക്കാവശ്യമായ പരിശീലനം നൽകാനും നടപടികൾ ആരംഭിച്ചു. 30 വയസ്സിൽ താഴെ പ്രായമുള്ള 70 കിലോയിൽ താഴെ ഭാരമുള്ള സ്ത്രീകൾക്കായിരുന്നു അപേക്ഷിക്കാനാവുക. ഇന്നേ വരെ ഒരു സ്ത്രീയും പോയിട്ടില്ലാത്ത അപകടം നിറഞ്ഞ ബഹിരാകാശ യാത്രയ്ക്കായി 400
ആ, 400 സോവിയറ്റ് യുവതികളാണ് അപേക്ഷ നൽകിയത്. നിരന്തരമായ പരീക്ഷകൾക്കും ഫെബ്രുവരിയിൽ 5 പേരുടെ 1962 ഫെബ്രുവരിയിൽ 5 പേരുടെ പട്ടിക തയ്യാറാക്കി. ഇവരിൽ വാലന്റീന ഒഴിച്ചുള്ള 4 പേരും ബിരുദ പഠനവും സാങ്കേതിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയവരായിരുന്നു. കഠിന പരിശീലനങ്ങളുടെയായിരുന്നു പിന്നീടുള്ള നാളുകൾ. ബഹിരാകാശത്ത് അവർ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെല്ലാം ഭൂമിയിൽ കൃത്രിമമായി സൃഷ്ടിച്ച് പരിശീലനങ്ങൾ കൊടുത്തു. ഈ ഘട്ടങ്ങളിലെല്ലാം അവൾക്ക് പിന്തുണയും ആവേശവുമായി യൂറി ഗഗാറിൻ ഒപ്പമുണ്ടായിരുന്നു. സൈനിക വ്യോമസേന പരിശീലനം ഉൾപ്പെടെ പൂർത്തിയാക്കി ഇവരെ സോവിയറ്റ് എയർഫോഴ്സിൽ നിയമിച്ചു. അതുപോലെ തന്നെ 3 ദിവസം 49 തവണ ഭൂമിയെ ചുറ്റി. തുടർന്ന് ഈ 5 പേരിൽ നിന്നും വാലന്റീന പോളോമാരിയോവ, വാലന്റീന തെരഷ്കോവ എന്നിവരെ അന്തിമ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു. അക്കാലത്ത് കോസ്മോനട്ടുകൾ ബഹിരാകാശത്ത് നിന്ന് തിരിച്ച് ഭൂമിയിലെത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് അവരുടെ ക്യാപ്സ്യൂളുകളിൽ നിന്ന് പാരഷൂട്ടിൽ ഇറങ്ങണമായിരുന്നു. ദൗത്യത്തിൽ ഏറെ നിർണായകമായ ഭാഗമായിരുന്നു ഇത്. ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അവരുടെ ജീവൻ അപകടത്തിലാക്കുമായിരുന്നു. സ്വാഭാവികമായും പാരച്യൂട്ടിങ്ങിലും സ്കൈ ഡൈവിങ്ങിലും വാലന്റീനയ്ക്കുണ്ടായിരുന്ന മുൻപരിചയം ഏജൻസി പരിഗണിച്ചു. മുൻ സോവിയറ്റ് രക്തസാക്ഷിയായ കർഷകന്റെ പുത്രിയാണെന്നും ഫാക്ടറി തൊഴിലാളി പശ്ചാത്തലവും വാലന്റീനയെ തിരഞ്ഞെടുക്കുന്നതിൽ ഘടകമായി. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് അവർ തന്നെയാണ് ഉചിതമായ വ്യക്തിയെന്ന് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണാധികാരി നികിത ക്രൂഷ്ചേവും ചേർന്ന് വിലയിരുത്തി. വോസ്റ്റാഗ് 5-6 പേടകങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി വാലന്റീന പോളോമാരിയോവയും വാലന്റീന തെരഷ്കോവയും ബഹിരാകാശത്തേക്ക് അയക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നീട് തീരുമാനം മാറ്റുകയും വോസ്റ്റോക്ക് 5-ൽ വലേറി ബെയ്ക്കോസ്വി എന്ന പുരുഷ സഞ്ചാരിയെയും വോസ്റ്റോക്ക് 6-ൽ വാലന്റീന തെരഷ്കോവയെയും അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1963 ജൂൺ 16-ന് കസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് വോസ്റ്റാക്ക് 6 അന്ന് 26-കാരിയായിരുന്ന വാലന്റീനയുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു. ആർപ്പുവിളികളോടെ ജന്മനാട് അവളെ അകലങ്ങളിലേക്ക് യാത്രയാക്കി. വാലന്റീനയുടെ റേഡിയോ സൈനായി നൽകിയത് സീകൾ എന്ന വാക്കായിരുന്നു. വിജയകരമായി വിക്ഷേപണം നടന്നതിന് പിന്നാലെ വാലന്റീനയുടെ ആദ്യ സന്ദേശം ഭൂമിയിലേക്കെത്തി. 3 ദിവസത്തോളം, കൃത്യമായി പറഞ്ഞത് 71 മണിക്കൂറും 12 മിനിറ്റും അവൾ ഒറ്റയ്ക്ക് ബഹിരാകാശത്ത് ചെലവഴിച്ചു. ഇത് അമേരിക്കയുടെ മെർക്കുറി ദൗത്യത്തിലെ മുഴുവൻ ആസ്ട്രോണറ്റുകളും കൂടെ ആകെ ചെലവഴിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. ബെയ്ക്കോവിസ്കിയും വോസ്റ്റാക്ക് 5-ഉം മറ്റൊരു ഓർബിറ്റിലായിരുന്നു. ദൗത്യത്തിൻ്റെ 2-ാം ദിവസം ഒരു വാഹനങ്ങളും 3 മൈലോളം അടുത്തു വന്നെങ്കിലും തങ്ങൾക്ക് അന്ന് പരസ്പരം കാണാൻ സാധിച്ചില്ലെന്ന് ഇവർ പിന്നീട് പറഞ്ഞു. വോസ്റ്റാക്ക് 6-ൽ വാലന്റീന 49 തവണ ഭൂമിയെ ചുറ്റി. അതിനിടയിൽ ക്രൂഷ്ചോവുമായി അവർ സംസാരിച്ചു. ഇവരുടെ സംഭാഷണം കൃത്യമായി പറഞ്ഞാൽ 71 മണിക്കൂറും 12 മിനിറ്റും അവർ ഒറ്റയ്ക്ക് ബഹിരാകാശത്ത് ചെലവഴിച്ചു എന്നതായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ സംഭാഷണം സോവിയറ്റ് യൂണിയനിലുടനീളം TV-യിൽ സംപ്രേഷണം ചെയ്തു. ഭൂമിയുടെയും ശൂന്യാകാശത്തിൻ്റെയും നിരവധി ചിത്രങ്ങളും ഇതിനിടയിൽ വാലന്റീന പകർത്തി. 1963 ജൂൺ 19-ന് വോസ്റ്റാക്ക് 6 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തി. 20,000 അടി ഉയരത്തിലെത്തിയപ്പോൾ വാലന്റീന പാരഷൂട്ടിൽ ഭൂമിയിലേക്ക് കുതിച്ചെത്തി. അൾട്ടായ് മേഖലയിലിറങ്ങിയ അവരെ ഗ്രാമീണർ ഓടിയെത്തി പാരച്യൂട്ടിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചു. രാജ്യത്തിൻ്റെ വീരപുത്രയ്ക്ക് സ്വപ്നതുല്യമായ സ്വീകരണമായിരുന്നു അന്ന് സോവിയറ്റ് നാട് വാലന്റീനയ്ക്ക് ഒരുക്കി വച്ചിരുന്നത്. മോസ്കോയിൽ 10,000 ഒത്തുകൂടി. ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ,
ഓർഡർ ഓഫ് ലെനിൻ തുടങ്ങിയ പരമോന്നത പുരസ്കാരങ്ങൾ വാലന്റീനയ്ക്ക് നൽകി. കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സമ്മാനവും വാലന്റീനയ്ക്കായി രാജ്യം കാത്തുവച്ചിരുന്നു. യുദ്ധത്തിൽ തൻ്റെ അച്ഛൻ മരിച്ചു വീണയിടം കണ്ടെത്തിത്തരണമെന്ന് അവർ നേരത്തെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. അത് അംഗീകരിച്ച സർക്കാർ ആ സ്ഥലം കണ്ടെത്തി അവിടെ ഒരു സ്മാരകം തീർത്തു. ട്രാക്ടർ ഡ്രൈവറായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അച്ഛനു വേണ്ടി മകൾ ചക്രവാളങ്ങൾ താണ്ടി വന്ന് നക്ഷത്രങ്ങൾക്കൊപ്പം തിളങ്ങി നേടിയെടുത്ത ഒരു അംഗീകാരം. വാലന്റീന തിരിച്ചെത്തിയപ്പോഴേക്കും വാലന്റീനയുടെ പ്രശസ്തി സോവിയറ്റ് നാടും കടന്നു പോയിരുന്നു. പിന്നീട് അവർ നിരവധി വിദേശ യാത്രകൾ നടത്തി. അന്താരാഷ്ട്ര വേദികളിലെത്തി സോവിയറ്റ് യൂണിയൻ്റെ മുഖമായി മാറി. വൈകാതെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. ഭൂമിയുടെ അങ്ങേയറ്റത്തെ ഒരു വനിതയുടെ നേട്ടം ഇന്ത്യയെയും കേരളത്തെയും ആവേശം കൊള്ളിച്ചു. ബഹിരാകാശ വനിത എന്ന തലക്കെട്ടിൽ പിറ്റേ ദിവസം മാതൃഭൂമി വൈകാരികമായ ഒരു എഡിറ്റോറിയൽ എഴുതി. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ ക്രൂഷ്ചേവിനെ അഭിനന്ദിച്ച് സന്ദേശമയച്ചു. വാലന്റീനയുടെ ശബ്ദം ആകാശവാണി സംപ്രേഷണം ചെയ്തു. ബഹിരാകാശത്തേക്ക് പിന്നീടൊരിക്കലും പോയില്ലെങ്കിലും യൂറി ഗഗാറിൻ ബഹിരാകാശ പരിശീലന കേന്ദ്രത്തിൽ ട്രെയിനറായി ജോലിയിൽ പ്രവേശിച്ചു. 2 ബഹിരാകാശ യാത്രികർ വിവാഹിതരാവുന്ന അത്യപൂർവതയ്ക്കും അക്കാലത്ത് ലോകം സാക്ഷിയായി. ബഹിരാകാശ യാത്രികനായിരുന്ന ആൻഡ്രിയൻ നിക്കോളയേവും വാലന്റീനയും തമ്മിലുള്ള വിവാഹത്തിൽ കാരണവസ്ഥലത്ത് നിന്ന് എല്ലാവരും അംഗീകരിച്ചു. അതേപോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ഏടുകളിലൊന്നായി മാറിയ ആ മഹത്തായ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് വാലന്റീന ഭൂമിയിൽ തിരിച്ചെത്തിയിട്ട് ഇന്ന് പതിറ്റാണ്ടുകൾ ഏറെ കഴിഞ്ഞു. ഇക്കാലയളവിൽ ലോകക്രമം ഏറെ മാറിമറിഞ്ഞു. മനുഷ്യൻ ശൂന്യാകാശത്തിൻ്റെ പുതിയ ദൂരങ്ങളിലേക്ക് അനായാസം കുതിക്കാൻ തുടങ്ങി. എങ്കിലും ഒരു സാധാരണ ഫാക്ടറി തൊഴിലാളിയായിരുന്ന ഒരു പെൺകുട്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയും കടന്ന് കുതിച്ച കഥ കേൾക്കുമ്പോൾ ഇന്നും തലമുറകൾ ആവേശം കൊള്ളുന്നുണ്ട്. അന്നത്തെ 26-കാരി കോസ്മോനട്ടിന് ഇന്ന് പ്രായം 88 വയസ്സാണ്. ഇന്നത്തെ റഷ്യയിലും അവർ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിലൊരാളാണ്. 2013 പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ റഷ്യയിലെ ഏറ്റവും വലിയ ബഹുമതിയായ ഓർഡർ ഓഫ് അലക്സാണ്ടർ നെവ്സ്കി പുരസ്കാരം നൽകി വാലന്റീനയെ ആദരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.